തിരുവനന്തപുരം രണ്ടാം മെഡിക്കൽ കോളേജ് അതിന് 10 വർഷത്തിലധികമുള്ള ആയുസുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് എന്ന വലിയൊരു ആശയം വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയും തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയും സംയോജിപ്പിച്ചുകൊണ്ടാണ് അന്ന് ആശുപത്രി പ്രഖ്യാപിച്ചത്. അന്ന് രണ്ടാം മെഡിക്കൽ കോളേജിന് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന പേര് ഇപ്പോൾ ഇട്ടപ്പോൾ നേരത്തെ ഇട്ട പേര് ഇന്ദിരാഗാന്ധിയുടെ പേരായിരുന്നു. 2016 ഫെബ്രുവരി 25 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. രമേശ് ചെന്നിത്തലയാണ് അന്ന് പേരിട്ടത്. ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അദ്ദേഹം പുതിയ മെഡിക്കൽ കോളേജിന്റെ പുതിയ നാമകരണം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പുതിയതായി ഇന്നിവിടെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മെഡിക്കൽ കോളേജിന് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകിയതായി ഞാൻ അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണല്ലോ. അപ്പോൾ 1, 2 എന്ന് പറയുന്നതിനേക്കാളും നല്ലതൊരു പേര് നൽകുക. അപ്പോൾ കെ കരുണാകരൻ കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആയിരുന്നു, ഈ ജില്ലയത്തെ MLA ആയിരുന്നു. അപ്പോൾ അതെല്ലാം കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്ന ഉചിതമായിരിക്കും എന്നൊരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഒന്നാമത്തെ മെഡിക്കൽ കോളേജ് അത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായതാണ്. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പക്ഷേ അതിന് മുൻപേയുള്ള ആശുപത്രിയാണ് ജനറൽ ആശുപത്രി. തൈക്കാട് ഹോസ്പിറ്റലും അതിന് മുൻപേ ഉള്ളതാണ്. അതായത് ജനാധിപത്യത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ളതാണ്. ആ 2 ആശുപത്രികളെ സംയോജിക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നത്. അതിനന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരിടുകയും ചെയ്തു. അതാണ് നമ്മൾ ആ പ്രതികരണത്തിൽ കണ്ടത്, പഴയ ഫയലിൽ നിന്ന് കണ്ടത്. ഇപ്പോൾ പേര് മാറ്റത്തിൻ്റെ സാഹചര്യം എന്താണ്? രതീഷ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങൾക്കും പ്രമുഖരുടെ പേരുകൾ ഇടാറുണ്ട്. അത് ഓരോരോ സർക്കാരിൻ്റെ സമയത്ത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് ഇടാറുമുണ്ട്. അങ്ങനെയാണ് ഓരോ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും പേരുകൾ വരുന്നതും. ഇപ്പോൾ രതീഷ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് എന്ന 1951 ജവഹർലാൽ നെഹ്റുവാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് എന്ന ആശയം വരികയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും 2016 അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി 2016 ഫെബ്രുവരി 25 ഈ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്കകത്ത് ഒരു ബ്ലോക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം ആ വേദിയിൽ അന്നത്തെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ, അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അന്നത്തെ വട്ടിയൂർക്കാവ് MLA ആയ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആ ഉദ്ഘാടനം ചെയ്ത ആ മെഡിക്കൽ കോളേജിന് ഇന്ദിരാഗാന്ധിയുടെ പേര് നൽകുന്നത്. അതിനുശേഷം 10 വർഷം പിന്നെ ഇടതു ഭരണമായിരുന്നു. പക്ഷേ ആ മെഡിക്കൽ കോളേജുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ താല്പര്യം കാണിച്ചില്ല. അതിനുശേഷം വീണ്ടും UDF അധികാരത്തിലെത്തിയപ്പോഴാണ് ആ തീരുമാനത്തിന് വീണ്ടും ജീവൻ വെച്ച് അതിനായിട്ടുള്ള ഉത്തരവിറങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടപ്പോൾ എന്തുകൊണ്ട് ആ പേര് മാറ്റി എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാകും. പക്ഷേ അതിനായി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഈ സർക്കാരിൻ്റെ മുന്നിൽ 2-3 പേരുകൾ ഉണ്ടായിരുന്നു പല സ്ഥാപനങ്ങൾക്ക്. അത് ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നു, കെ കരുണാകരൻ്റെ പേരുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയദർശിനി എന്ന പേര്, ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു പേരായ പ്രിയദർശിനി എന്ന പേര് നമ്മുടെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര, പ്രിയദർശിനി സൗജന്യയാത്ര എന്ന പേര് നാമകരണം അതിന് നൽകിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ കോളേജിന്, പുതുതായി വരുന്ന മെഡിക്കൽ കോളേജിന് ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയാലും പ്രശ്നമില്ല, അത് കെ കരുണാകരൻ്റെ പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ചില നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം. ഇനി ഉമ്മൻചാണ്ടിയുടെ പേരും അവരുടെ പരിഗണനയ്ക്കുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇതിൽ പേരേതായാലും നമ്മുടെ സർവീസ് നന്നായാൽ മതി എന്നുള്ള അഭിപ്രായമാണ് പബ്ലിക്കിനുള്ളത്. പൊതുജനങ്ങൾക്കും നേതാക്കൾക്കിടയിലും ഒക്കെ ഉള്ളതാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകളുടെ, ഉമ്മൻചാണ്ടിയുടെ ആയാലും കെ കരുണാകരൻ്റെ ആയാലും ഇന്ദിരാഗാന്ധിയുടെ ആയാലും പേരുകൾക്ക് ഇട്ടൊരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സർവീസ്, പ്രത്യേകിച്ച് ഒരു ആശുപത്രി ആകുമ്പോൾ ആ ആശുപത്രിയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം, ആശുപത്രിയാകുമ്പോൾ ഹരി പറഞ്ഞത് ആ പുറകിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ആശുപത്രി ആകുമ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, നമ്മുടെ ജനാധിപത്യ സംവിധാനം വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി എന്ന് തലസ്ഥാനത്തുള്ള ആളുകളൊക്കെ പറയുന്ന ആശുപത്രിയാണ്. ഇതിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഹരി നിൽക്കുന്നതിനകത്ത് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയാൽ എത്ര കെട്ടിടങ്ങളാണ് ഇവിടെ നിൽക്കരുത് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി ബോർഡ് ഒട്ടിച്ചിട്ടുള്ളത്? എത്ര കെട്ടിടങ്ങളാണ് അനാഥമായി കിടക്കുന്നത്? ഇത്രയും സൗകര്യവും സംവിധാനവും നഗരഹൃദയത്തിലുണ്ടായിട്ട്, കോടാനുകോടി മൂല്യമുള്ള അത്രയും ഭൂമി ഉണ്ടായിട്ട്, അവിടെ വലിയ കെട്ടിടങ്ങൾ പണിത് നല്ല ആശുപത്രിയിൽ പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടായത് എന്തൊരു അവസ്ഥയാണ് അവിടെ. പട്ടി പെറ്റ് കിടക്കുന്നു അക്ഷരാർത്ഥത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോയതാണ്. അതിൻ്റെ അകത്ത് ഉള്ളിൽ ആ ഭാഗത്തൊക്കെ പോയിരുന്നു.
ഇത് എങ്ങനെ മാറ്റുമെന്നാണ്, ഏത് നിലയിലേക്ക് കൊണ്ടുവരുമെന്നാണ്? ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും ഈ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കപ്പെടുമോ? ഉറപ്പായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം രതീഷ് പറഞ്ഞതുപോലെ എനിക്ക് ക്യാമറയുമായി അതിനകത്ത് കയറുന്നതിന് പരിമിതിയുണ്ട്. എന്നാലും ഈ മുൻവശത്തുള്ള ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. കാരണം സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ പുറത്താക്കുന്നത് വരെ എനിക്കത് കാണിക്കാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പനിക്കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രിയിൽ എത്രത്തോളം സംവിധാനം വേണം, ആളുകൾക്ക് പരാതിയില്ലാതെ അവരുടെ ആരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്നു പോകുന്നതിന് എത്രത്തോളം സഹായകരമായിരിക്കണം ഒരു ആശുപത്രി എന്നുള്ളതാണ് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴായി പരാതികൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. രതീഷ് പറഞ്ഞതുപോലെ കെട്ടിടങ്ങളെ കാര്യം പറഞ്ഞാൽ 2016 അന്ന് ഉദ്ഘാടനം ചെയ്ത 1,38,000 സ്ക്വയർ ഫീറ്റുള്ള 5 നില കെട്ടിടമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ആ കെട്ടിടം ഇടത് സർക്കാർ വന്നതിന് ശേഷം അത് പിന്നെ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിൽ മറ്റ് കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് കൂടി അത് കാര്യമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതി പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനമായാലും മറ്റ് സേവനങ്ങളായാലും കൃത്യമായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ എത്തുന്നത്. അവരെല്ലാവരും ബുദ്ധിമുട്ടി ആശുപത്രിയിൽ എത്തുന്നവരാണ്. സന്തോഷത്തോടെ ആശുപത്രിയിൽ ആരും എത്തുന്നില്ല. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിന് പരിഹാരം തേടി എത്തുന്നതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാവട്ടെ രണ്ടാമത്തെ ഒരു മെഡിക്കൽ കോളേജ് തലസ്ഥാനത്ത് വരുന്നത്.